ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ അധിപൻ കോഴിക്കോട് കേന്ദ്രീകരിച്ച് ഭരണം നടത്തിയിരുന്ന സാമൂതിരി രാജാവായിരുന്നു എന്ന് ചരിത്രം പറയുന്നു. സർവ്വ ഐശ്വര്യങ്ങളോടും പ്രതാപങ്ങളോടും വാണിരുന്ന സാമൂതിരി രാജാവിൻ്റെ എല്ലാവിധ ഉയർച്ചകൾക്കും പിന്നിൽ ഗുരുവായൂരപ്പൻ്റെ വലിയ കൃപാകടാക്ഷങ്ങളുണ്ടായിരുന്നു. ആപൽ ബാന്ധവനായ ഭഗവാന്റെ അനുഗ്രഹ വർഷത്തെക്കുറിച്ച് അധികം എന്തിനു പറയണം. സാമൂതിരി രാജാവിൻ്റെ സാമന്തനായിരുന്നു പുന്നത്തൂർ കോവിലകത്തെ രാജ. 400-ലധികം വർഷം പഴക്കമുള്ള പുന്നത്തൂർ കോവിലകം 1968 ഗോദശങ്കരവർമ്മ വലിയ രാജയുടെ മരണത്തോടെ പൂർണ്ണമായും ക്ഷയിച്ചു. പഴയ പടയോട്ടങ്ങളുടെയും ധീര പോരാട്ടങ്ങളുടെയും ത്രസിപ്പിക്കുന്ന അനേകം കഥകൾ ഉറങ്ങിക്കിടക്കുന്ന ഈ ഭൂമി ഗോദശങ്കരവർമ്മ വലിയ രാജ അന്തരിച്ച 1968 തന്നെ റിസീവർ ഭരണത്തിന് കീഴിലായി. ഇത്രയും വലിയ കോവിലകം നടത്തിക്കൊണ്ടുപോകുവാൻ മരുമക്കത്തായ സമ്പ്രദായം കൊണ്ട് തകർന്നുപോയ ആ തറവാട്ടിലെ ഒരംഗത്തിനെ കൊണ്ടും കഴിയുമായിരുന്നില്ല. 1968 മുതൽ 75 വരെ റിസീവർ ഭരണം തുടർന്നു. 75 റിസീവർ ഭരണം അവസാനിച്ചപ്പോൾ ഈ ഭൂമി ഗുരുവായൂർ ദേവസ്വം വിലയ്ക്ക് വാങ്ങി. ഇന്നത്തെ പോലെ റിയൽ എസ്റ്റേറ്റ് ലോബികളൊന്നും അന്ന് ശക്തമല്ലാതിരുന്നത് ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ ഭാഗ്യം. ഇന്നാണെങ്കിൽ സാക്ഷാൽ ഗുരുവായൂരപ്പൻ വിചാരിച്ചാൽ പോലും ഇത്രയും വിശാലമായ ഭൂമി ദേവസ്വത്തിലേക്ക് വാങ്ങുവാൻ കഴിഞ്ഞെന്ന് വരുമായിരുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഇന്ന് ഈ പുന്നത്തൂർ കോട്ട ഒരു ആയുർവേദ റിസോർട്ടാകുമായിരുന്നു. ദേവസ്വം അധികൃതർ 12.25 ഏക്കർ ഭൂമിയാണ് ആദ്യം വാങ്ങുന്നത്. പുന്നത്തൂർ കോവിലകത്തിൻ്റെ ഭൂമി അത്രയേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇന്നു കാണുന്ന ഈ ഭൂമിയുടെ ആകെ വിസ്തീർണം 26 ഏക്കറോളം വരും. കോവിലകത്തോട് ചേർന്ന് കിടന്നിരുന്ന കൈക്കുളങ്ങര രാമവാര്യരുടെ വക ഭൂമി കൂടി ദേവസ്വം വിലയ്ക്ക് വാങ്ങി ഇവയോടൊപ്പം ചേർക്കുകയായിരുന്നു. ദീർഘദർശനത്തോടെ ചെയ്ത ഒരു പ്രവൃത്തിയാണെന്നേ അതിനെ വിശേഷിപ്പിക്കാനാവുകയുള്ളൂ. അങ്ങനെ ആനത്താവളം വികസിപ്പിച്ചതുകൊണ്ടാണ് ഇന്ന് ഇത്രയധികം ആനകൾ ഇവിടെ ഇങ്ങനെ മറ്റൊരു വനാന്തരീക്ഷത്തിൻ്റെ സുഖത്തോടെ കഴിയുന്നത്. ഇനിയും ഇവിടെ ആനകൾക്ക് സ്വാതന്ത്ര്യത്തോടെ നിൽക്കാമെങ്കിലും ദേവസ്വം അധികൃതർ കൂടുതൽ ആനകളെ തൽക്കാലം വേണ്ട എന്ന തീരുമാനത്തിലാണ്. 2 മോഴകളും 6 പിടിയും 55 കൊമ്പന്മാരും ഉൾപ്പെടെ ഈ തറവാട്ടിലെ ടോട്ടൽ സ്ട്രെങ്ത് ഇപ്പോൾ 63 ഡിവിഷൻ ഫാൾ വന്ന് സ്കൂൾ പൂട്ടുമെന്നോ ഇവരുടെ പരിപാലകരായ പാപ്പാന്മാർക്ക് തൊഴിൽ നഷ്ടപ്പെടുമെന്നോ പേടിക്കേണ്ടതില്ല. മാത്രമല്ല, ഇനിയും വേണമെങ്കിൽ ആനകളെ തരാം എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണൻ്റെ മുന്നിൽ ധാരാളം പേർ ക്യൂ നിൽക്കുകയാണ്. എത്ര പേർ വേണമെങ്കിലും പോന്നോട്ടെ എന്ന മട്ടിലാണ് കണ്ണൻ. അത്രയും പേരോട് കൂട്ടുകൂടാമല്ലോ, പുറത്ത് കയറിയും ഇറങ്ങിയുമെല്ലാം കളിക്കാമല്ലോ എന്നെല്ലാമുള്ള മട്ട്, ഉത്സാഹം. ഒരു പരിധിയിൽ കൂടുതൽ ആൾക്കാർ കൂടിയാൽ തൊഴിൽ പ്രശ്നങ്ങളും അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള മുറവിളിയുമെല്ലാം കൂടുമെന്ന് അനുഭവപാഠമുള്ള ദേവസ്വം ഇത് പ്രോത്സാഹിപ്പിക്കുന്നില്ല. ഉള്ളതിനെ വൃത്തിയായും ഭംഗിയായും കൊണ്ടുപോകാം എന്ന തീരുമാനത്തിലാണ് ഇവർ തൽക്കാലത്തേക്കെങ്കിലും.